പരിശുദ്ധമായ റമദാന് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പടച്ചറബ് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. പടച്ചറബ് നമ്മോട് പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവികന്മാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല നോമ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് പടച്ചറബ് പറയുകയാണ്, ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പ് തഖ്വയിൽ അധിഷ്ഠിതമായതായിരിക്കണമെന്നും ആ നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണെന്നും അള്ളാഹു ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. മറ്റു 11 മാസങ്ങളിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പാനീയങ്ങളൊക്കെ കുടിച്ചും നമ്മൾ റാഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോൾ ഒരു മാസം മാത്രം, അതും ആ ഒരു മാസത്തിന്റെ പകല് മാത്രം പടച്ചറബിന് വേണ്ടി നമ്മൾ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് ഭക്ഷിപ്പിച്ച അള്ളാഹു, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകുപ്പില്ലാത്ത എത്രയോ കോടാനുകൂടി ആളുകൾ ലോകത്തിന്റെ അഷ്ടകോണുകളിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സുന്ദരമായി ഭക്ഷണം കഴിക്കാനുള്ള, എനിക്ക് സുന്ദരമായി പാനീയം കുടിക്കാനുള്ള അവസ്ഥ ഒരുക്കി തന്ന പടച്ചറബ് എത്ര വലിയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു നല്ലൊരു അവസ്ഥയിലായിരിക്കണം നമ്മുടെ നോമ്പെന്ന്. അതുകൊണ്ട് പടച്ചറബ് നമ്മോട് പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, പടച്ചറബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ നമ്മുടെ നോമ്പിനെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.